ഒറീസയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭുവനേശ്വറിലെ രാജാറാണി ക്ഷേത്രം സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ശക്തിയുടെയും സാക്ഷ്യമായി നിലകൊള്ളുന്നു. അതിസങ്കീർണമായ കൊത്തുപണികൾ, വിസ്മയിപ്പിക്കുന്ന വാസ്തുവിദ്യ, നിഗൂഢമായ പ്രഭാവലയം എന്നിവയാൽ ഈ പുരാതന ക്ഷേത്രം നാട്ടുകാരുടെയും വിനോദസഞ്ചാരികളുടെയും ഹൃദയം കവർന്നിട്ടുണ്ട്. ക്ഷേത്രത്തിലെ വിശുദ്ധമായ മണ്ഡപങ്ങളിലൂടെ അലഞ്ഞു തിരിയുമ്പോൾ ഒറീസൻ സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും സമ്പന്നമായ ചിത്രപ്പണികളാൽ പൊതിഞ്ഞ കാലത്തിലേക്ക് നമ്മെ ഈ ക്ഷേത്രം കൊണ്ടുപോകുന്നു. നിങ്ങളൊരു ആത്മീയ അനുഭവം തേടുകയാണെങ്കിലോ പഴയ കാലത്തെ കരകൗശല വിദ്യയിൽ അത്ഭുതപ്പെടാൻ ആഗ്രഹിക്കുകയാണെങ്കിലോ രാജാറാണി ക്ഷേത്രം തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഒഡീഷയിലെ ഭുവനേശ്വറിലെ രാജാറാണി ക്ഷേത്രം ഒഡീഷയിലെ ജനങ്ങളുടെയും ലോകമെമ്പാടുമുള്ള സന്ദർശകരുടെയും ഹൃദയത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു. പ്രണയക്ഷേത്രമെന്നും അറിയപ്പെടുന്ന ഈ മനോഹരമായ ക്ഷേത്രം പ്രദേശത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും സാക്ഷ്യം കൂടിയാണ്. ആകർഷകമായ വാസ്തുവിദ്യ മുതൽ പ്രണയത്തിന്റെ ഇതിഹാസങ്ങൾ വരെ രാജാറാണി ക്ഷേത്രം സന്ദർശിക്കുന്ന എല്ലാവർക്കും അതുല്യവും പ്രണയാതുരവുമായ അനുഭവം പ്രദാനം ചെയ്യുന്നു. 11ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച രാജാറാണി ക്ഷേത്രം ഇന്ത്യയിലെ ക്ഷേത്രവാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസായി അറിയപ്പെടുന്നു. സോമവംശി രാജവംശത്തിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേര് ഇന്ദ്രേശ്വര ക്ഷേത്രം എന്നായിരുന്നു. കൂടാതെ ഈ ക്ഷേത്രം ശിവന് സമർപ്പിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സങ്കീർണവും അതിമനോഹരവുമായ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടതാണ് രാജാറാണി ക്ഷേത്രം. പിരമിഡ് ആകൃതിയിലുള്ള മേൽക്കൂര, സങ്കീർണമായ കൊത്തുപണികൾ, വിപുലമായ ശില്പങ്ങൾ എന്നിവയാൽ സവിശേഷമായ ക്ഷേത്രവാസ്തുവിദ്യയുടെ കലിംഗ ശൈലിയുടെ അതിശയകരമായ ഉദാഹരണമാണിത്. ക്ഷേത്രം പൂർണ്ണമായും ചുവപ്പും മഞ്ഞയും മണൽക്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ ഇത് ഊഷ്മളവും ആകർഷകവുമായ രൂപം നൽകുന്നു. രാജാറാണി ക്ഷേത്രത്തിന് ഈ പ്രദേശത്ത് വളരെയധികം സാംസ്കാരിക പ്രാധാന്യമുണ്ട്. ഇത് ആരാധനാലയം മാത്രമല്ല, സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകം കൂടിയാണ്. ക്ഷേത്രത്തിന്റെ തനതായ വാസ്തുവിദ്യയും രൂപകൽപ്പനയും പഴയ കാലഘട്ടത്തിലെ കലാപരവും വാസ്തുവിദ്യാ വൈഭവവും പ്രതിഫലിപ്പിക്കുന്നു. ഒഡീഷയുടെ സമ്പന്നമായ പൈതൃകത്തിന്റെയും കരകൗശലത്തിന്റെയും തെളിവായി ഇത് നിലകൊണ്ടുപോരുന്നു. പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും രംഗങ്ങൾ ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു രാജാറാണി ക്ഷേത്രം. ഇന്ത്യൻ സംസ്കാരത്തിൽ പ്രണയത്തിന്റെ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്ന കാമുകി ദമ്പതികളുടെ സൂക്ഷ്മമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ ചുവരുകൾ. ഈ ശില്പങ്ങൾ ക്ഷേത്രത്തിന്റെ സ്നേഹവും അഭിനിവേശവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലായി പ്രവർത്തിച്ചു പോരുന്നു. രാജാറാണി ക്ഷേത്ര സമുച്ചയത്തിൽ ഒരു പ്രധാന ക്ഷേത്രവും വിവിധ ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന നിരവധി ചെറിയ ആരാധനാലയങ്ങളും അടങ്ങിയിരിക്കുന്നു. ഈ ക്ഷേത്ര സമുച്ചയത്തിൽ മനോഹരമായി കൊത്തിയെടുത്ത മണ്ഡപങ്ങൾ അല്ലെങ്കിൽ ഭക്തർ കൊത്തുകൂടാനും പ്രാർത്ഥനകൾ നടത്താനും കഴിയുന്ന പവലിയനുകളും നമുക്ക് കാണാൻ സാധിക്കും. രാജാറാണി ക്ഷേത്രത്തിന്റെ എടുത്തു പറയത്തക്ക ഒന്നാണ് മനോഹരമായ ശില്പങ്ങളും കൊത്തുപണികളും. ദേവന്മാർ, ദേവതകൾ, ആകാശജീവികൾ, പുരാണജീവികൾ എന്നിവയുടെ സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു ഈ ക്ഷേത്രം. ഈ കൊത്തുപണികൾ ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള വിവിധ രംഗങ്ങൾ ചിത്രീകരിക്കുകയും ഒഡീഷയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ച നൽകുകയും ചെയ്യുന്നു. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതവും നൃത്തവും ആഘോഷിക്കുന്ന ക്ഷേത്ര സമുച്ചയത്തിൽ നടക്കുന്ന വാർഷിക പരിപാടിയായ രാജാറാണി സംഗീതോത്സവത്തിനും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്. അതോടൊപ്പം രാജാറാണി ക്ഷേത്രം വിവാഹ ചടങ്ങുകൾക്കും പ്രസിദ്ധമായി തുടരുന്നു. സന്തുഷ്ടവും സമൃദ്ധവുമായ ദാമ്പത്യ ജീവിതത്തിന് അനുഗ്രഹം തേടി നിരവധി ദമ്പതികൾ ഈ മഹത്തായ ക്ഷേത്രം വിവാഹത്തിനായി തിരഞ്ഞെടുക്കുന്നു. ക്ഷേത്രത്തിന്റെ മഹത്തായ വാസ്തുവിദ്യയും ശാന്തമായ ചുറ്റുപാടും അവിസ്മരണീയമായ വിവാഹ ചടങ്ങുകൾക്ക് അനുയോജ്യമായ പശ്ചാത്തലം നൽകുന്നു. വിവാഹങ്ങൾ, സംഗീതോത്സവങ്ങൾ എന്നിവയ്ക്ക് പുറമെ വിവിധ മതപരമായ ചടങ്ങുകൾക്കും രാജാറാണി ക്ഷേത്രം ഒരു വേദി തന്നെയാണ്. ദേവന്മാരെ പ്രീതിപ്പെടുത്താനും അവരുടെ അനുഗ്രഹങ്ങൾ തേടാനും പൂജകളും യജ്ഞങ്ങളും മറ്റാചാരങ്ങളും പതിവായി ഇവിടെ നടത്തിപ്പോരുന്നു. ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലാണ് രാജാറാണി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാനാകും എന്നതുകൂടാതെ ടാക്സികൾ, ഓട്ടോറിക്ഷകൾ തുടങ്ങിയ വിവിധ ഗതാഗത മാർഗങ്ങൾ സന്ദർശകർക്ക് ലഭ്യമാണ്. പൊതുഗതാഗത സംവിധാനങ്ങളാലും ക്ഷേത്രം നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതിനാൽ സഞ്ചാരികൾക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സൗകര്യപ്രദമാണ്.